بسم الله الرحمن الرحيم. പ്രിയപ്പെട്ടവരെ, പോരിസുകളെമ്പാടും പെയ്തിറങ്ങുന്ന പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ പകലിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ ഒരു ദിവസത്തിന് 1000 ദിവസത്തിന്റെ പോരിസ് കിട്ടുന്ന, ഒരു നോമ്പിന് 365 നോമ്പിന്റെ കൂലി കിട്ടുന്ന, കുടുംബത്തിൽ മക്കളിലും ഭാര്യയിലും വീട്ടുകാരിലും ബറക്കത്തും ഐശ്വര്യം ഉണ്ടാകുന്ന, സാമ്പത്തികമായ വർധനവുകൾ ഉണ്ടാകുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ചൊല്ലുന്നവരും പഠിക്കുന്നവരുമാണ്. എന്നാൽ ഇതെല്ലാം ഫലം ചെയ്യണമെങ്കിൽ ദുൽഹിജ്ജ മാസത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു 5 കാര്യങ്ങൾ അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധവാന്മാരാകണം. ആ 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്, ദുൽഹിജ്ജ മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാർ ഫജറിന്റെ വളരെ വേണ്ടപ്പെട്ട മുഹബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുമായി ബന്ധപ്പെട്ടവർ, കമന്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവർ, നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർ, പഠിക്കുന്നവർ, അമൽ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ഖൽബിൽ ദുആ ചെയ്യുന്നവർ, എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ചേർക്കട്ടെ. പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിന്റെ ഈ ആദ്യ ദിനത്തിൽ തന്നെ അല്ലാഹു നരകമോചനം കൊടുക്കുന്ന, സ്വർഗപ്രവേശനം കൊടുക്കുന്ന മുത്തക്കുകളിൽ നമ്മയും നമ്മുടെ മുഹബ്ബീങ്ങളെയും അല്ലാഹു ചേർക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. നമ്മുടെ പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞവിടെ എല്ലാ രോഗങ്ങൾക്കും, സാമ്പത്തിക ഞെരുക്കങ്ങൾ, കടങ്ങൾ എല്ലാറ്റിനും അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. അല്ലാഹുവിന്റെ അപാരമായ നിഅമത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ആദരിച്ച് ബഹുമാനിച്ച ഒരു വിശ്വാസിനി അമലുകൾ ചെയ്യുന്നതിൽ, കർമ്മങ്ങൾ ചെയ്യുന്നതിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദുനിയാവിന്റെ ഏറ്റവും അഫ്ളലായ ദിനരാത്രങ്ങളിലെ 1-ാമത്തെ ദിവസം ദുൽഹിജ്ജ 1, ആ ദിവസത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യ ദിനത്തിന് തന്നെ ആദ്യ രാവ് ഇന്നലെ കഴിഞ്ഞുപോയി. ആദ്യത്തെ പകലാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ദിവസത്തിന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്ന മഹാത്മ്യം എത്ര വലുതാ. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ദുൽഹിജ്ജ 1 മുതൽ 9 വരെ സുന്നത്ത് നോമ്പ്, അത് പ്രത്യേകം മുഅക്കദായ സുന്നത്താണ്. ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം പോരിശുള്ള സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴിവാക്കാതെ കൃത്യമായി അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന നോമ്പാണ് ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള നോമ്പ്. നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ അൽഹംദുലില്ലാ, കഴിയുന്ന ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ആ നോമ്പുകളൊന്നും എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കൂലിയാണ്. ഇന്നത്തെ ദിവസത്തിൽ നോമ്പുകാരായ പരിശുദ്ധമായ ദുൽഹിജ്ജ 1ന്റെ നോമ്പുകാരെ കുറിച്ച് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന് തൗബ സ്വീകരിച്ചു കൊടുത്ത ഒരു ദിവസമാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തെറ്റുകുറ്റങ്ങളെല്ലാം മാപ്പ് ചെയ്തു കൊടുക്കുമത്രേ. ഇന്നിൻ്റെ നോമ്പിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അതിൻ്റെ കൂലി പോകാതെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. തൊട്ട് ഓരോ ദിവസങ്ങളിലും ഓരോ നോമ്പിൻ്റെ മഹത്വവും ഇമാമുകൾ ഉദ്ധരിക്കുന്നുണ്ട്. സാന്ദർഭികമായിട്ട് നമുക്ക് പറയാം. ഏതായിരുന്നാൽ നമ്മുടെ മുന്നിൽ വന്ന് കിട്ടിയിരിക്കുന്നത് ഏറ്റവും അമൂല്യമാണ്. ഇപ്പം ഇന്നലത്തെ രാത്രി ചില സൂറത്തുകൾ പ്രത്യേകമായിട്ട് പാരായണം ചെയ്യാൻ പറഞ്ഞിരുന്നു. സൂറത്തുൽ ഫജർ അടക്കം. അത് ഒരു പക്ഷേ ഒന്നാണെന്ന് വിവരം അറിഞ്ഞില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നമ്മൾ ശുഗലായിപ്പോയി, എൻഗേജഡായിപ്പോയി, ഓതാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും അതിൻ്റെ മഹത്വം നഷ്ടപ്പെടാത്ത തരത്തിൽ തന്നെ ഇന്ന് പകൽ നമുക്ക് അതെല്ലാം ഓതി തീർക്കാവുന്നതാണ്. സൂറത്തുൽ ഫജർ ഡെയിലി ഇനി നമ്മൾ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ 30 വരെ ഓതേണ്ടവരാണ്. ഒരു വട്ടം വീതം ഓതിയാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല എമ്പാടും കൂലിയ നൽകാൻ പോകുന്നത്. നമ്മുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, കടങ്ങളൊക്കെ മാറ്റിയിട്ട് ജീവിതത്തിൽ വല്ലാത്ത സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതോടൊപ്പം നമുക്ക് സ്വാലിഹീങ്ങളായ മക്കളെ തരും. നൽകിയ മക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാഹിയത്ത്, അവർക്ക് നിസ്കാരം, ദീനി ബോധം എല്ലാം അല്ലാഹു ഇട്ടുകൊടുക്കും. സൂറത്തുൽ ഫജർ പതിവാക്കിയാൽ തീർച്ചയായും ഖിയാമത്ത് നാളിൽ ചെല്ലുമ്പോൾ അല്ലാഹു ഒരു നൂറിട്ട് തരും. ആ നൂറ്, ആ വെളിച്ചത്തിൽ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നലെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത്, ഇന്ന് അത് നമുക്ക് വീണ്ടെടുക്കാവുന്നതാണ്. പ്രത്യേകം ഓർക്കുക. ഇനി പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ ഓരോ ദിവസത്തിനും എത്ര മഹത്തുള്ളത്. ലിക്കുല്ലി യൗമിൻ അൽഫി യൗം. അനസ് ബിൻ മാലിക് തങ്ങൾ പറയുന്നുണ്ട്, ഒരു ദിവസത്തിന് 1000 ദിവസത്തിന് മഹത്ത. ഒരു ദിവസത്തെ നോമ്പിന് 365 ദിവസം പട്ടിണി കിടന്ന് നോമ്പ് പിടിച്ച കൂലിയാണ് ഇന്നു മുതൽ ഓരോ പകലിലും ദുൽഹിജ്ജ പരിശുദ്ധമായ 8 വരെ അള്ളാഹു കൊടുക്കുന്നത്. 9 അറഫയുടെ ദിവസത്തിൽ അള്ളാഹു 2 കൊല്ലത്തെ നോമ്പിൻ്റെ കൂലിയാണ്.
നമ്മുടെ കയറി വരുന്ന ഇന്ന് മഗ്‌രിബോടെ കയറി വരുന്ന രാവിലെ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ പോരിശിയ നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങൾ, സുന്നത്തായ അമലുകൾ ആ രാവിലെ ചെയ്തതുപോലെ ഉണ്ടാവും. അല്ലാഹു കൂലി മുഴുവൻ നമുക്ക് നൽകട്ടെ. ഇനി നമുക്ക് ഈ ദുൽഹിജ്ജ മാസത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു 5 കാര്യങ്ങളുണ്ട്. അത് പ്രത്യേകം നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ടതാണ്. ആ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാലോ നമ്മൾ യഥാർത്ഥത്തിൽ ഈ മാസത്തിൻ്റെ പോരിശയ്ക്ക് വേണ്ടി ചൊല്ലുന്നതും ഓതുന്നതും ഒക്കെ ഒരുപക്ഷെ കൂലിയില്ലാത്തതാകും, നമുക്ക് അല്ലാഹുവിൻ്റെ ശിക്ഷ കിട്ടാൻ വലിയ കാരണങ്ങളാകും. അതുകൊണ്ട് ആ 5 കാര്യങ്ങൾ ഏതാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പൊതുവായ തത്വമുണ്ട്. ദുൽഹിജ്ജ മാസം അല്ലാഹു മുഹറമാണ്, ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള മാസമാണ്. ഈ മാസത്തിൽ അന്നൽ മഅസിയത ഫിഹാ അശദ്ദു ഇഖാബ. ഇമാം റാസി തങ്ങൾ തഫ്സീർ എഴുതിയിട്ടുണ്ട്. എന്താ ഈ ബഹുമാനം എന്നറിയോ? ദുൽഹിജ്ജയുടെ ബഹുമാനം എന്താ? ആ ദുൽഹിജ്ജ മാസത്തിൽ തെറ്റുകൾ സംഭവിച്ചാൽ, തിന്മകൾ, അപരാധങ്ങൾ സംഭവിച്ചു പോയാൽ അശദ്ദു ഇഖാബ, അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ അടി ശക്തമായിരിക്കുന്ന ശിക്ഷ. സാധാരണ മാസങ്ങളെ പോലെയല്ല, ശിക്ഷയുടെ കാഠിന്യമേറും. അതുകൊണ്ട് തിന്മകളൊന്നും സംഭവിക്കാതെ, തെറ്റുകൾ, അരുതായ്മകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട മാസമാണ് ദുൽഹിജ്ജ എന്ന് ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹത്തുക്കളായ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. എന്നാൽ ഒരു നന്മ ചെയ്താലോ, ഒരു സുഹൃത്ത് ചെയ്താലോ, ഒരു അമലു സ്വാലിഹാത്ത് ചെയ്താലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിയല്ല, അക്തറു തവാബ, ധാരാളം കൂലി നൽകുമെന്നാണ് ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം, തിന്മകൾ സംഭവിക്കാൻ ഇടം കൊടുക്കാൻ പാടില്ല. തിന്മകൾ മാക്സിമം വന്നു പോകാൻ വേണ്ടി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പലതരത്തിലും നമ്മുടെ മുന്നിൽ നമ്പറുകളുമായി വരും. നമുക്ക് ബോധം വേണം, പടച്ചോനെ ഞാൻ ആ തെറ്റിലേക്കില്ല, ഞാൻ ആ തിന്മയിലേക്കില്ല. ഇത് പരിശുദ്ധമായ മാസമാണ്. ഇവിടെ തെറ്റ് സംഭവിച്ചാൽ അല്ലാഹുവേ നിന്റെ ശിക്ഷ കഠോരമായിരിക്കും. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആ ഒരു അടിസ്ഥാന തത്വം നമ്മുടെ മുന്നിൽ ഉണ്ടാവണം. അതോടൊപ്പം ഈ ദുൽഹിജ്ജ മാസത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു 5 കാര്യങ്ങളുണ്ട്. ഒന്ന് നിസ്കാരത്തിൻ്റെ അശ്രദ്ധയാണ്. നിസ്കാരം അത് മസ്റ്റാണ്. നമ്മുടെ ഏത് കാര്യവും വിജയിക്കണമെങ്കിൽ, ഇപ്പം ദുൽഹിജ്ജ മാസത്തിൻ്റെ പോരിശ എല്ലാം കിട്ടണമെങ്കിൽ ഓതേണ്ടത് പറഞ്ഞു, സുന്നത്തായ നോമ്പിനെ കുറിച്ച് പറഞ്ഞു, ദിക്റുകളെ കുറിച്ച് പറഞ്ഞു, സൂറത്തുകളെ കുറിച്ച് പറഞ്ഞു. ഈ മഹത്വങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് എന്ത് വേണം? അടിസ്ഥാനപരമായി നമ്മൾ ക്വാളിഫൈഡ് ആകണം. എന്താ യോഗ്യത എന്ന് പറയുന്നത്? നിസ്കാരം കൃത്യമാകണം. പ്രത്യേകിച്ച് ഫർള് നിസ്കാരങ്ങൾ മിസ്സായി പോകുന്ന, ഖളാ ആക്കി കളയുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ബഹുമാനത്തിൻ്റെ, ആദരവിൻ്റെ ഈ ഒരു മാസത്തിൽ നിസ്കാരം അശ്രദ്ധമായി പോയാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഏറ്റവും കഠോരമായിരിക്കും. അപ്പോൾ ഒരിക്കലും ഈ ദുൽഹിജ്ജ മാസത്തിൽ പ്രത്യേകിച്ചുണ്ടാകാൻ പാടില്ല നിസ്കാരം അശ്രദ്ധമായി അല്ലെങ്കിൽ ഖളാ ആക്കി കളയുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന, മറ്റുള്ളവർക്ക് വേദനയാകുന്ന വോയിസ്. അതിപ്പോൾ നാവ് കൊണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാൻ പറ്റും, ഈ നാവ് കൊണ്ട് പറയുന്ന സ്ഥാനത്താണ് നമ്മുടെ കൈ കൊണ്ട് എഴുതുന്നത്. അപ്പോൾ അധികവും നമ്മൾ വാട്സപ്പിൽ മറ്റുള്ളവരുമായി ചാറ്റ് ചെയ്യും, കുടുംബത്തിൻ്റെ ഗ്രൂപ്പുകൾ ഉണ്ടാകും, നമ്മുടെ ഫ്രണ്ട്സുകളുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇതെല്ലാം നാവിൻ്റെ വോയിസ് മാത്രമല്ല, നമ്മൾ വോയിസ് അയക്കുക മാത്രമല്ല, നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ചിലത് കൈകൊണ്ട് സംസാരിക്കും, ചിലപ്പോൾ സ്റ്റിക്കർ കൊണ്ട് സംസാരിക്കും. ഇതൊന്നും നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളെയും, മറ്റൊരു വിശ്വാസിയെയും, മറ്റൊരു മനുഷ്യനെയും വേദനിപ്പിക്കപ്പെടുന്നൊരു വാക്ക് നമ്മുടെ നാവിലൂടെ വന്നാൽ ഏതൊരു മാസവും ശ്രദ്ധിക്കേണ്ടതാണ്, കുറ്റം കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഈ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട മാസം വന്നാൽ അശദ്ദു ഇഖാബ, അള്ളാഹിൻ്റെ ശിക്ഷാ നടപടി, പണിഷ്മെൻറ്റ് ഏറ്റവും കഠോരമായിരിക്കും. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പം നാവ് കൊണ്ട് മറ്റൊരാളെ വേദനയാക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വേണ്ടപ്പെട്ട, നമ്മുടെ വീട്ടിലുള്ളവരോട് തന്നെ സംസാരിക്കുമ്പോൾ ആ ബഹുമാന, റെസ്പെക്റ്റ്, ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ സംസാരിക്കണം. ഭാര്യയോട് ഭർത്താവ് സംസാരിക്കുമ്പോൾ, ഭർത്താവിനോട് ഭാര്യ സംസാരിക്കുമ്പോൾ എല്ലാം ബഹുമാനം നിലനിർത്തണം. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം വേണം. വേദനയാക്കുന്ന വാക്കുകൾ നമ്മുടെ നാവിലൂടെ വന്നു പോകുമ്പോൾ തീർച്ചയായും ഈ ആദരിക്കപ്പെടുന്ന മാസമായതുകൊണ്ട് തന്നെ ശിക്ഷയുടെ കാഠിന്യമേറും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഒരിക്കലും ദുൽഹിജ്ജ മാസത്തിൽ ചെയ്യാൻ പാടില്ലാത്ത മൂന്നാമത്തെ ഒരു കാര്യം പിണക്കങ്ങളാണ്. കുടുംബക്കാരോട് പിണങ്ങി, നമ്മുടെ ഫ്രണ്ട്സുകളോട് പിണങ്ങി, അയൽവാസികളോട് പിണങ്ങി, തീർച്ചയായിട്ടും ആ പിണക്കങ്ങൾ ഈ മാസത്തിൽ നടക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ അമലുകളൊക്കെ മർദൂദാവും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ പ്രത്യേകിച്ച് ആദ്യത്തെ 10 നമ്മൾ ചെയ്യുന്ന അമലു സ്വാലിഹാത്ത് ഉണ്ടല്ലോ, ആ അമലു സ്വാലിഹാത്തിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള വേറൊരു ദിവസവും അമൽ ചെയ്യാൻ പറ്റൂല എന്നാണ് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത്രയേറെ ഫളലാണ്,
അത്രയേറെ ഇഷ്ടമാണ്. അഹബ്ബു ഇലല്ലാന്ന, പടച്ചോന് ഇതേപോലെ ഇഷ്ടമുള്ള വേറൊരു ദിവസമില്ല എന്ന് കറതീർത്തു പറഞ്ഞു ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ. അത്ര ഇഷ്ടമാണ് അള്ളാഹുവിന് ഈ ദിവസങ്ങളെ അമൽ ചെയ്യുന്നത്. ആ അമലുകൾ മുഴുവൻ മർദൂദാവും. അത് ചെയ്ത ആളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയും. എന്തുണ്ടായാൽ നമ്മുടെ കുടുംബത്തിലെ വേണ്ടപ്പെട്ടവരോട്, അയൽവക്കത്തിനോട്, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പിണക്കുണ്ടായാൽ തീർച്ചയായും ഒരിക്കലും പാടില്ലാത്തതാണ്. ആ പിണക്കം തന്നെ ഈ മാസത്തിൽ നമ്മൾ സംസാരിച്ചു, അല്ലെങ്കിൽ അവരോട് പിന്നെ ഒരു വെറുപ്പുണ്ടാകുന്ന തരത്തിൽ പെരുമാറി, അങ്ങനെ പിണക്കമുണ്ടായി. വീട്ടിൽപ്പെട്ട തന്നെ മാതാപിതാക്കളോട് പിണങ്ങി, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോടുള്ള ഈ പിണക്കങ്ങൾ, അകൽച്ച, തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അത് ഒരിക്കലും ദുൽഹിജ്ജ മാസത്തിൽ ഉണ്ടാകാൻ തന്നെ പാടില്ല. ഒരിക്കലും ഉണ്ടാകരുത്. പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷ ശക്തമാകുന്ന, അല്ലെങ്കിൽ ബഹുമാന ആദരവിന് കോട്ടം വരുന്ന ഒരിക്കലും പിണക്കങ്ങൾ ഈ പരിശുദ്ധ മാസത്തിൽ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ദുൽഹിജ്ജ മാസത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നാലാമത്തെ കാര്യം, നമ്മൾ പരിശുദ്ധമായ നോമ്പനുഷ്ഠിക്കൽ. നോമ്പനുഷ്ഠിക്കൽ ഹറാമുള്ള 5 ദിവസങ്ങളാണ് ഒരു വർഷത്തിലുള്ളത്. ഒന്ന് ചെറുപെരുന്നാളിൻ്റെ ദിനമാണ്, രണ്ടാമത് ബലിപെരുന്നാളിൻ്റെ ദിനം. നമുക്കറിയാലോ, അത് രണ്ടും നോമ്പ് പിടിക്കൽ ഹറാമാണ്. എന്നാൽ അതിനോട് ചേർന്ന്, ബലിപെരുന്നാളിനോട് ചേർന്ന്, അതായത് ദുൽഹിജ്ജ 10 ബലിപെരുന്നാൾ, 11, 12, 13 ഈ 3 ദിവസങ്ങൾ, അങ്ങനെ 5 ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ, അത് ബലിപെരുന്നാളിൻ്റെ ദിവസവും ചേർന്ന് വരുന്ന അയ്യാമുത്ത് തശ്രീഖിൻ്റെ 3 ദിവസങ്ങളും, ആ ദിവസങ്ങളും നോമ്പ് പിടിക്കൽ ഹറാമാണ്. ഇവിടെ പെരുന്നാൾ കയറി വരുന്ന തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുണ്ടല്ലോ. പക്ഷെ പെരുന്നാളാകുമ്പോഴോ ആ സുന്നത്ത് നോമ്പിൻ്റെ അവസ്ഥ മാറിപ്പോവാൻ, ആ നിയമം അവിടെ ഇല്ലാതായി പോവും. അന്ന് നോമ്പ് പിടിക്കൽ ഹറാമാണ്. എന്നാൽ ചൊവ്വാഴ്ച, പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം, പോലീശുള്ള മാസമല്ലേ എന്ന് കരുതി ഒരാൾ അയ്യാമുത്ത് തശ്രീഖിൻ്റെ ദുൽഹിജ്ജ 11 നോമ്പുകാരായാലോ ഹറാമാണ്. 12 നോമ്പ് ഹറാമാണ്. 13 നോമ്പ് ഹറാമാണ്. ആ ദിവസങ്ങളിൽ നോമ്പ് ഹറാമാണ്. ഇവിടെ ദുൽഹിജ്ജ 13 തീർച്ചയായും അത് അയ്യാമുൽ ബീദിൻ്റെ എല്ലാ മാസവും പ്രത്യേകം സുന്നത്തുള്ള നോമ്പ് കയറി വരും. എല്ലാ മാസവും 13, 14, 15. എന്നാൽ ഇവിടെ 13ൻ്റെ അന്ന് അയ്യാമുൽ ബീദാണെന്ന് കരുതി ഒരാൾ അയ്യാമുത്ത് തശ്രീഖിൻ്റെ 13ൻ്റെ അന്ന് നോമ്പ് പിടിച്ചാൽ ഹറാമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം നോമ്പാണ്. പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ അന്നും തുടർന്നുള്ള അയ്യാമുത്ത് തശ്രീഖിൻ്റെ 3 ദിവസങ്ങളും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് ഉളുഹിയ്യത്ത് അറുക്കുന്ന ആളുകൾ. അതിനുവേണ്ടി നിയ്യത്ത് ചെയ്തിട്ടുള്ളവർ, ആ വ്യക്തികൾ ഒരു കാരണവശാലും അവരുടെ മുടി, അതേപോലെ തന്നെ നഖം, അവരുടെ രക്തം, അതേപോലെ തന്നെ നീക്കം ചെയ്യപ്പെടേണ്ട രോമങ്ങൾ, ഇതൊന്നും നീക്കം ചെയ്യാൻ പാടില്ല. മുടി മുറിക്കുക, നഖം മുറിക്കുക, അതൊന്നും പാടില്ല. അത് കറാഹത്താണ്, ദീനിന് വെറുപ്പാണ്, ഹറാമാണെന്ന് പറഞ്ഞ ഉലമാക്കളുമുണ്ട്. എന്താ അതിൻ്റെ ഹിക്മത്ത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം തരും. ഏതുകൊണ്ട്? ഉളുഹിയ്യത്ത് കൊണ്ട് നരകമോചനം തരും. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത്, പാപമോചനം തരും. ഈ നരകമോചനത്തിലും പാപമോചനത്തിലും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അംശങ്ങളും, പാർട്സുകളും, എല്ലാ അവയവത്തിൻ്റെ ഏതൊരു കഷണത്തിൻ്റെ ഭാഗം പോലും ഈ നരകത്തിൽ നിന്ന് സലാമത്താകുന്നതിൽ പെടാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമ്മളോട് പറഞ്ഞു തന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ അറവ് നടത്തുന്നത് വരെ, ബലിപെരുന്നാളിൻ്റെ ദിവസം വരെ, അറവ് നടത്തുന്നത് വരെ നഖം, മുടി, രക്തം പോലത്തെ നീക്കം ചെയ്യാതിരിക്കൽ പ്രത്യേകം സുന്നത്താണ്, പരിഗണിക്കേണ്ടതാണ്. എന്നാൽ ഒരു ഉമ്മ ചോദിച്ചു, എൻ്റെ മുടി ഇങ്ങനെ കൂടുതൽ പൊഴിഞ്ഞു പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ട്, അവസ്ഥയുണ്ട്. അപ്പോൾ എനിക്ക് ഉളുഹിയ്യത്ത് അറക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിൽ പങ്കാളിയായിട്ടുണ്ട്. അപ്പോൾ ഈ മുടി പൊഴിഞ്ഞു പോകുന്നതിൽ ഞാൻ കുറ്റക്കാരിയാകും. ഒരിക്കലും കുറ്റക്കാരിയാകില്ല. നമ്മൾ സ്വമേധയാ മുടി മുറിച്ചു മാറ്റുക, നഖം മുറിച്ചു മാറ്റുക, അപ്പോഴാണ് പ്രശ്നമുള്ളത്. അല്ലാതെ സ്വമേധയാ ഒരാളെ നഖം മുറിഞ്ഞുപോയി, അല്ലെങ്കിൽ മുടി പൊഴിഞ്ഞുപോയി, അതൊന്നും വിഷയമുള്ള കേസല്ല. നമ്മൾ അറിഞ്ഞുകൊണ്ടത് നീക്കം ചെയ്യാൻ പാടില്ല എന്നതാണ്. എന്നാൽ ഒരാൾക്ക് പ്രയാസം ശക്തമായി, ഇപ്പോൾ ഒരാളുടെ നഖം ഒരല്പം ഭാഗം ഇങ്ങനെ വിട്ടുപോയി, അതിങ്ങനെ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ കൊളത്തി പിടിക്കുന്ന ഭയങ്കര വേദന, പ്രയാസമാണ്. ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ അൽഹംദുലില്ലാഹ് റാഹത്തായി, ഞാൻ ഉളുഹിയ്യത്ത് അറക്കുന്ന ആളാണ്, ഞാനത് കട്ട് ചെയ്ത് കളയില്ല എന്ന് പറഞ്ഞിട്ട് ആ പ്രയാസം ചുമന്നുകൊണ്ട് നടക്കാൻ പാടില്ല. അവർക്ക് ആ ഭാഗമൊന്ന് വൃത്തിയാക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പം അത്യാവശ്യ ഘട്ടത്തിൽ ഒരാൾക്ക് ഒരു രോഗത്തിൻ്റെയോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ഇപ്പോൾ ഒരു മുറിവ് അവിടെ സ്റ്റിച്ച് ചെയ്യണം, മുടി മുറിക്കണം, അത് പറ്റില്ല, ഞാൻ ഉളുഹിയ്യത്ത് അല്ല. അവർക്ക് നിർബന്ധ സാഹചര്യത്തിൽ അതെല്ലാം ആകാം. അല്ലാത്തൊരു നോർമൽ അവസ്ഥയിൽ, ഇപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച, ഇനി കയറി വരുന്ന വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ നഖം മുറിക്കുക സുന്നത്താണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ മുറിക്കാൻ പാടില്ല. ആ സുന്നത്ത് നമ്മൾ അറവ് നടത്തുന്നവരെ നമുക്കില്ല. അപ്പോൾ അത് നമ്മൾ മാറ്റിവെക്കണം എന്നാണ് പ്രത്യേകം പറയുന്നത്. അപ്പോൾ
ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത 5 കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ദിവസത്തിൻ്റെ പോലീസുകളെല്ലാം കിട്ടാൻ വേണ്ടി നമ്മൾ ഓതുക, ചൊല്ലുക, പാടുക, അത് പറയുന്നതോടൊപ്പം ഈ ഒരു 5 കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചാലാണ് നമുക്ക് അതിൻ്റെ കൂലി ഫലവത്തായി കിട്ടാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ കൂലി മുഴുവനും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റട്ടെ. സൂറത്തുൽ ഫജ്ർ ഞാൻ ഒന്നുകൂടെ അവസാനമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഓർക്കണം സൂറത്തുൽ ഫജ്റിന്റെ കാര്യം, മുടങ്ങാൻ പാടില്ല. നമ്മുടെ മക്കൾ പോലും നന്നാകും, കുടുംബത്തിൽ വല്ലാത്ത സന്തോഷവും ഐശ്വര്യം ഉണ്ടാകും, ബറക്കത്തുണ്ടാകും. ഇനി അങ്ങോട്ടുള്ള ഓരോ നോമ്പിനും അല്ലാഹു സുബ്ഹാനഹു വ തആല 365 നോമ്പിന്റെ കൂലിയാ തരാൻ പോകുന്നത്. അതെല്ലാം ഓർമ്മ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അമലുകളും മുടങ്ങാതെ ചെയ്യാനുള്ള ആഫിയത്തും ആരോഗ്യവും ഓർമ്മശക്തിയും തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ അല്ലാഹു മാറ്റട്ടെ. നമ്മുടെ വേദനകൾ അല്ലാഹു നീക്കം ചെയ്തു തരട്ടെ. നമുക്ക് അല്ലാഹു പരിശുദ്ധമായ ഈ ആദരവിന്റെ ബഹുമാനത്തിന്റെ മാസമായ ദുൽഹിജ്ജ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ടും അതിന്റെ ആദ്യ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ടും നമുക്ക് അല്ലാഹുവിന്റെ പൊരുത്തം ഇരു ലോകത്തും നൽകട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, ദുആ ചെയ്യാൻ പറയുന്ന, നമ്മുടെ മജ്‌ലിസിലൊക്കെ ആവേശത്തോടെ പങ്കെടുത്ത് ആമീൻ പറയുന്ന, ചൊല്ലുന്ന, കൂടെ പറയുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക വിജയം, സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. ഖൈറും ബറക്കത്തും നൽകട്ടെ. വിഷമങ്ങൾ അല്ലാഹു മാറ്റട്ടെ, രോഗങ്ങൾ മാറ്റട്ടെ. അല്ലാഹു ആഫിയത്ത് ഫിദ്ദുനിയ വൽ ആഖിറ നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله ألا يا داخل الجنة تبشرنا بما فيها ألا يا داخل الجنة